الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم فهل ينظرون إلا الساعة أن تأتيهم بغتة فقد جاء أشراطها فأنى لهم إذا جاءتهم ذكراهم സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചപരിപാലകനായ അളവറ്റ ദയാപരനും പരമകാരുണികനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭത്തിലും ചേർത്ത് വച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. അതിൽ പലതും സംഭവിച്ചു കഴിഞ്ഞതുണ്ട്, സംഭവിച്ചത് തന്നെ ഇനിയും ആവർത്തിച്ച് സംഭവിക്കാനിരിക്കുന്നതുണ്ട്, ഇതുവരെ സംഭവിക്കാതെ അവസാന സമയമാകുമ്പോൾ ഒന്നിച്ചൊരുമിച്ച് സംഭവിക്കുന്ന ധാരാളം ഇതുപോലെയുള്ള അടയാളങ്ങളെക്കുറിച്ച് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സംഭവിച്ചു കഴിഞ്ഞതിൽ നമുക്കറിയാം, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗവും അവിടുത്തെ വിയോഗവും അതിൽപ്പെട്ടതാണ്. സംഭവിച്ചു കഴിഞ്ഞത് വീണ്ടും ആവർത്തിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞത് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൻ്റെ മോചനം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അത് സാധ്യമായി. സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലത്തും ബൈത്തുൽ മുഖദ്ദസിൻ്റെ മോചനം സാധ്യമായി. ഇന്നും അത് ജൂതന്മാരുടെ കൈവശം തന്നെയാണ്. അന്ത്യദിനം സംഭവിക്കുന്നതിന് മുമ്പ് ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെടുമെന്നും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതിലിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള കാര്യങ്ങളെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയതിൽ ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ്
ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, മുനാദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്തു ജാമിഅ. പ്രവാചകന്റെ സന്ദേശങ്ങൾ വിളംബരം ചെയ്യുന്ന, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകന്റെ അനുയായി ഒരു വിളംബരം നടത്തുകയുണ്ടായി. ഈ സന്ദേശം എത്തിക്കാൻ വേണ്ടി അന്ന് അതിൻ്റെ മുന്നോടിയായി അവർ പറയാറുണ്ടായിരുന്നത് അസ്വലാത്തു ജാമിഅ എന്നാണ്. അത് കേട്ടാൽ എന്തോ കാര്യമായൊരു സംഗതി റസൂലിന് പറയാനുണ്ട് എന്നവർക്കൊക്കെ മനസ്സിലാകും. ഫജ്തമഅനാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പ്രവാചകരുടെ തിരുസവിധത്തെങ്കിൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് കൂടി. ഫഖാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നഹു ലം യകുൻ നബിയ്യുൻ ഖബലി ഇല്ലാ കാന ഹഖ്ഖൻ അലൈഹി അൻ യദുല്ല ഉമ്മതഹു അലാ ഖൈരിൻ മാ യുഅല്ലിമുഹു ലഹും. എനിക്ക് മുമ്പ് ഒരു നബിയും കഴിഞ്ഞു പോയിട്ടില്ല. തൻ്റെ സമൂഹത്തിന് പഠിപ്പിക്കാൻ വേണ്ടി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ബാധ്യത ഏറ്റെടുത്തിട്ടല്ലാതെ വയുന്ദിറഹും ശർറ മാ യുഅല്ലിമുഹു ലഹും, അതേപോലെ തന്നെ അവർ അകന്നു നിൽക്കേണ്ട അവരുടെ ജീവിതത്തിൽ തിന്മയായി വരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് താക്കീത് നൽകിയും കൊണ്ടല്ലാതെ നല്ല കാര്യങ്ങൾ അവർക്ക് ഉപദേശിച്ചുകൊണ്ടും ചീത്ത കാര്യങ്ങളെക്കുറിച്ച് താക്കീത് നൽകിക്കൊണ്ടുമാണ് എല്ലാ പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുള്ളത് എന്നാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്ന ഉമ്മത്തക്കും ഹാദിഹി ജുഇല ആഫിയതഹാ ഫി അവ്വലിഹാ. എൻ്റെ ഈ ഉമ്മത്തിൻ്റെ എല്ലാവിധ സുഖവും സൗഖ്യവുമൊക്കെ അതിൻ്റെ ആദ്യകാലത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ്. വസയുസീബു ആഖിറുഹാ ബലാ വ ഉമൂറുൻ തുൻകിറൂനഹാ. ഈ ഉമ്മത്തിൻ്റെ അവസാന കാലം വരുമ്പോഴേക്കും ഒരുപാട് പരീക്ഷണങ്ങൾ, ബലാഉകൾ, അതിനവർ വിധേയരാകും. അവർക്ക് അനിഷ്ടകരമായ കുറേ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കും. വതജീഉൽ ഫിതൻ, ഒരുപാട് കുഴപ്പങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഫയുറഖിഖു ബഅദുഹാ ബഅദൻ, അങ്ങനെ ആളുകൾക്കിടയിൽ ആ കുഴപ്പങ്ങൾ വ്യാപകമായി ഉണ്ടായിരിക്കുമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പ്രത്യേകമായി ഉണർത്തിയത്. അതേപോലെ ഈ സന്ദേശം പോലെ ഇതിന് സമാനമായ നിരവധി ഉത്ബോധനങ്ങൾ പ്രവാചകൻ തൻ്റെ അനുചരന്മാർക്ക് നൽകിയിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാദിറു ബിൽ അഅമാൽ, നിങ്ങൾ സൽക്കർമ്മങ്ങളിലേക്ക് അഹമഹമികയ നിങ്ങൾ മുന്നിട്ട് വരണമെന്നാണ്. ഫിതൻ, ഇനി ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട് അതിന് മുമ്പ്. ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം, ഇരുൾ മുറ്റിയ രാത്രിയുടെ കഷ്ണം കണക്കെ അന്ധകാര നിബിഡമായ കറുത്തിരുണ്ട കുഴപ്പങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നുണ്ട് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുന്നറിയിപ്പ് നൽകി. അന്നത്തെ അവസ്ഥ, യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറ, ഒരു വിശ്വാസം കൈകൊണ്ട വ്യക്തി അവൻ നേരം പുലരുന്ന സന്ദർഭത്തിൽ അവൻ വിശ്വാസം കൈകൊണ്ടവനായിരിക്കുമെങ്കിൽ വയുംസി കാഫിറ, അവൻ വൈകുന്നേരമാകുമ്പോഴേക്കും അവൻ്റെ ഈമാനിനെ കൈവിടുന്ന സാഹചര്യം ഉണ്ടാകും. നേരം പുലരുമ്പോൾ ഈമാനുള്ള ഒരു വ്യക്തി വൈകുന്നേരമാകുമ്പോഴേക്കും ഈമാനിനെ കൈവിടുന്ന അവസ്ഥയുണ്ടാകുന്നു. വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ, വൈകുന്നേരം ഈമാനുള്ള ഒരാൾ നേരം പുലരുമ്പോഴേക്കും അവൻ്റെ ഈമാൻ ചോർന്നു പോകുന്ന സാഹചര്യം സംജാതമാകുന്നു എന്ന് റസൂല് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? യബീഉ ദീനഹു ബിഅറദിൻ മിനദ് ദുനിയാ, അവരുടെ ദീനിനെ, അവരുടെ മതബോധത്തെ, അവരുടെ ധർമ്മനിഷ്ഠയെ അവർ വിറ്റ് കാശാക്കുന്നു. എന്തിനു വേണ്ടിയെന്നോ? ബിഅറദിൻ മിനദ് ദുനിയാ, ദുന്യവിയായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ദീനിനെ വിറ്റ് കാശാക്കുന്ന ഒരു കാലം വരും. അന്നിങ്ങനെയൊക്കെ ഈമാൻ നിലനിൽക്കുള്ളൂ. പകലവന് ഈമാൻ വേണ്ടി വരും, അവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവൻ്റെ വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തും.
വൈകുന്നേരമാകുമ്പോഴേക്കും അതിനെ അവൻ കൈയൊഴിയും. അവൻ്റെ ഭൗതികതയ്ക്ക് വേണ്ടി അവൻ അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധയോടുകൂടി നെഞ്ചേറ്റേണ്ട പ്രവാചകന്റെ ഒരു ഉത്ബോധനമാകുന്നു ഇത്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമുക്കറിയാം, ധാർമ്മികത, സംസ്കാരം, മതനിഷ്ഠ, ഇതൊക്കെ തന്നെ ധർമ്മബോധം, മനുഷ്യത്വം, ഇതൊക്കെ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ നിന്ന് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായും നമ്മുടെ ഈമാനിനെ കരുതലോടുകൂടി നമ്മുടെ ഹൃദയങ്ങളിൽ സംരക്ഷിക്കേണ്ട ഒരു സന്ദർഭമാണിത്. പ്രവാചക പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇസ്തൈഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തൻ ഫസ്ഇഅ. ഒരു രാത്രി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിയോടുകൂടി ഉറക്കത്തിൽ നിന്നുണർന്നു. യഖൂൽ, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു സുബ്ഹാനല്ലാഹ്. അത്ഭുതപ്പെട്ടുകൊണ്ട്, അത്ഭുതം കൂറിക്കൊണ്ട് റസൂല് പറയുന്നു, മാ അൻസലല്ലാഹു മിനൽ ഖസായിൻ. എത്രയെത്ര സമ്പന്നതയും ഖജനാവുകളുമാണ് ഇവിടെ ഇറക്കപ്പെട്ടിട്ടുള്ളത്, ഈ മനുഷ്യർക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. വമാദാ അൻസലല്ലാഹു മിനൽ ഫിതൻ. ഇതുകൊണ്ടൊക്കെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുഴപ്പങ്ങളാക്കി അവൻ ഇറക്കുന്നത് എന്നറിയില്ല എന്ന നിലക്ക് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടുകൂടി നെട്ടി ഉണർന്നുകൊണ്ട് പറയുന്നത് പ്രിയ പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കേട്ടത് ഉദ്ധരിക്കുകയാണ്. യഖൂൽ, എന്നിട്ട് പറയുകയാണ്, മൻ യുഖിലു സവാഹിബൽ ഹുജറാത്ത്. പ്രവാചകൻ ഉമ്മു സലമയുടെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും എൻ്റെ മറ്റു പത്നിമാരുടെ വീട്ടിലുള്ള പത്നിമാരെയൊക്കെ ആരാണ് വിളിച്ചുണർത്തുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തൻ്റെ ഇണകളെയാണ് ഉദ്ദേശിക്കുന്നത്. ലിഖൈ യുസല്ലീന, ഈ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നിശാന്ത വേളകളിലുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കാൻ വേണ്ടി ആരെയാണ് അവർ വിളിച്ചുണർത്തുക എന്ന് പറഞ്ഞാൽ അവർ ഉണരട്ടെ എന്ന അർത്ഥത്തിലാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് അവിടുന്ന് പറയുകയുണ്ടായ, റുബ്ബ കാസിയത്തിൻ ഫിദ് ദുനിയാ ആരിയത്തിൻ ഫിൽ ആഖിറ. ഈ ദുനിയാവിൽ വസ്ത്രമുടുത്ത് നടക്കുന്ന എത്രയെത്ര ആളുകളാണ് പരലോകത്ത് വിവസ്ത്രരാക്കപ്പെടുന്നത് എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ ദുനിയാവിൽ മാന്യതയുടെ മൂടുപടമണിഞ്ഞ എത്രയെത്ര ആളുകളാണെന്നോ പരലോകത്ത് അവരുടെ ഉടുതുണികളൊക്കെ തന്നെ അഴിക്കപ്പെടുകയും അവരുടെ ഉള്ളുകള്ളികൾ വെളിവാക്കപ്പെടുകയും ചെയ്യുന്ന സന്ദർഭമുണ്ടാകുമെന്നാണ്. പല ഉള്ളുകള്ളികളും ഈ ദുനിയാവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിവാക്കി കൊടുക്കുകയും അവരുടെ മാന്യതയൊക്കെ പിച്ചു ചീന്തുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസി സമൂഹത്തോട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്, വഅജ്ർനാ മിൻ ഖിസീദ് ദുനിയ വഅദാബിൽ ആഖിറ. അല്ലാഹുവേ, ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന അപമാനം, നിന്ദ്യത, ഖിസി, അതിൽ നിന്ന് ഞങ്ങളെ നീ കാക്കേണമേ. ഇത് പ്രാർത്ഥന നമ്മുടെ മനസ്സുകളിൽ നിന്നുണ്ടാകണമെങ്കിൽ നമ്മുടെ ഈമാൻ വൈകുന്നേരത്തേക്ക് മാത്രമുള്ളതായാൽ പോരാ. നമ്മുടെ ഈമാൻ പകൽ സമയത്തേക്ക് മാത്രമുള്ളതായാൽ പോരാ. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ബിന്ദുവിലും സ്പന്ദനങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും വിചാരവും പരലോക ചിന്തയും ചേർത്ത് വെച്ചിരിക്കുന്നവരായിരിക്കും അള്ളാഹു ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ആളുകളുടെ ധാർമ്മികത അത് ചോർന്നു പോയാൽ, സംസ്കാരം അതില്ലാതായാൽ, അത് ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? മതബോധത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചത്, അല്ലാഹുമ്മ അസ്ലിഹ് ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി. അല്ലാഹുവേ, എൻ്റെ ദീനിനെ, എൻ്റെ മതബോധത്തെ, എൻ്റെ ധർമ്മനിഷ്ഠയെ എപ്പോഴും എനിക്ക് നന്നാക്കി തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം എന്താണെന്നോ, അതാകുന്നു ഹുവ ഇസ്മത്തു അംരി, എൻ്റെ മുഴുവൻ കാര്യങ്ങളുടെയും സുരക്ഷിതത്വം എൻ്റെ ധർമ്മബോധത്തിലാണ്. അതില്ലെങ്കിൽ പിന്നെ ഞാൻ മനുഷ്യനല്ലാത്തൊരവസ്ഥയിലായിത്തീരും എന്നതിനാൽ തന്നെയാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം നമ്മെ ഉണർത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, അതേപോലെ തന്നെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിൻ അശ്റാത്തിസ് സാഅ യുൽഹിറു സിന വതശീഉ ഫീഹൽ ഫാഹിഷ. വ്യഭിചാരവും അതേപോലെ തന്നെ ലൈംഗിക അരാജകത്വവും സ്വവർഗരതിയും അതേപോലുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ അങ്ങനെ പ്രചരിക്കുകയും അത് വ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ്.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഫ്നി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് നാശമുണ്ടാവുകയില്ല ഹത്താ യഖൂമ അർ-റജുലു ഇല ഇംറഅ, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സമീപിക്കും, ഫയഫ്തരിഷുഹാ ഫി ത്വരീഖ്, എന്നിട്ട് പരസ്യമായി അവൻ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുമെന്നാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യം വരും. ഒളിയും മറയുമില്ലാതെ, ലജ്ജയില്ലാതെ, നാണമില്ലാതെ മനുഷ്യന്മാർ മൃഗങ്ങളെപ്പോലെ രതികളിൽ ഏർപ്പെടുന്ന സാഹചര്യമുണ്ടാകുമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഇങ്ങനെ പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ അതിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും നാണമില്ല, ലജ്ജയില്ല. ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഈ കാര്യത്തിലുണ്ട്. ഫയകൂനു ഖിയാറുഹും മൻ യഖൂൽ, ആ സന്ദർഭത്തിൽ ആ കാലം വരുമ്പോൾ അവരിൽ മാന്യന്മാരായ ആളുകൾ ആരായിരിക്കുമെന്നോ ഇങ്ങനെ പ്രതികരിക്കുന്നവരായിരിക്കും. ലൗ വാറൈതഹാ വറാ ഹാദൽ ഹായിദ്, അല്ലയോ ചങ്ങാതിമാരെ, ഈ മതിലിനപ്പുറത്തേക്ക് ആളുകളെ കാണാത്ത വിധം നിങ്ങൾക്കൊന്ന് മാറി നിന്നുകൂടെ എന്ന് പറയുന്നവരായിരിക്കും അതിൽ മാന്യന്മാർ എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഒന്നിനും ഒളിയും മറയുമില്ലാത്ത എല്ലാം ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാം അത് കാണുകയും ആസ്വദിക്കുകയും അതിനെ അനുകൂലിക്കുകയും അതിന് ലൈക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അറിയാതെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യം വരുമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിശ്വാസം മനസ്സുകളിലുള്ള നമ്മളെല്ലാവരും ഇത്തരം അധർമ്മങ്ങൾക്കെതിരിൽ നമ്മൾ പ്രതികരിക്കുകയും അതിന് ജാഗ്രതയോടുകൂടി കാണുകയും ചെയ്യണം എന്നതാണ്. പിന്നീട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും വ്യാപനമാണ്. പിടിച്ചാൽ കിട്ടാത്ത വിധം ഇത് ജനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കും. ആർക്കും ഇത് ഉപയോഗിച്ച് അതൊരു ഗൗരവമുള്ള കാര്യമല്ല എന്ന് തോന്നിപ്പോകുമെന്നാണ്. ഇന്ന മിൻ അശ്റാത്തി സ്സാഅ വയശ്റബുൽ ഖംർ, ജനങ്ങൾ മദ്യം പാനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. എത്രത്തോളം എന്ന് വെച്ചാൽ ലതസ്തഹില്ലന്ന ത്വായിഫത്തും മിൻ ഉമ്മതി, എൻ്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം ഈ ലഹരി പദാർത്ഥങ്ങളും മദ്യവും ഇതൊക്കെ ഉപയോഗിക്കുന്നത് അനുവദനീയമായി ഗണിക്കുമെന്നാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ആ ഖംറിന് അവർ ബിസ്മി യുസമ്മൂനഹാ ഇയ്യാഹു എന്നാണ്. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അതാത് കാലങ്ങളിൽ പ്രത്യേക പേരുകൾ നൽകി, ഓമനപ്പേരുകൾ നൽകി മദ്യത്തെയും ലഹരി പദാർത്ഥങ്ങളെയും അവർ സ്നേഹിച്ച് അതിന് അനുവദനീയമായി ഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. നോക്കൂ നിങ്ങൾ, ഇന്ന് മുസ്ലിം വിവാഹ സദ്യകളിൽ വരെ ഇങ്ങനെയുള്ള മദ്യങ്ങൾ വിളമ്പുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവചനം അത് സത്യമായി പുലരുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കരുതണം, നമുക്ക് എവിടെയൊക്കെ ഇടപെടാൻ കഴിയുന്നുവോ ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മുടെ വാക്കുകൊണ്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി വഇല്ലം യസ്തതി ഫബിലിസാനിഹി വഇല്ലം യസ്തതി ഫബിഖൽബിഹി ദാലിക അദ്അഫുൽ ഈമാൻ. നിങ്ങൾ മ്ലേച്ഛമായ വൃത്തികെട്ട അരുതാത്ത എന്തെങ്കിലും നിങ്ങൾക്കിടയിൽ കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് കൈകൊണ്ട് തടയാൻ കഴിയുന്നുവെങ്കിൽ കൈകൊണ്ട് നിങ്ങൾ പിടിക്കണം. നിങ്ങൾ സംഘടിപ്പിക്കുന്ന സദ്യകളിലും സദസ്സുകളിലും വിവാഹങ്ങളിലുമാണ് ഇത്തരം പേക്കൂത്തുകൾ നടക്കുന്നതെങ്കിൽ അവരുടെ കൈ പിടിച്ച് അച്ചടക്ക നടപടി എടുക്കാത്ത നിങ്ങൾ എങ്ങനെയാണ് ഈമാൻ ഉള്ളവരാവുക? നമുക്ക് വൈകുന്നേരം ഈമാൻ സ്വീകരിക്കുകയും അതേപോലെ തന്നെ നേരം പുലരുമ്പോൾ അത് കഴുകി ഇല്ലാതാക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ജീവിച്ചാൽ മതിയോ? ഇതാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദിക്കുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെയും നമ്മുടെ ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ അന്ത്യദിനത്തിന്റെ അടയാളമായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത്തതാവുലു ഫിൽ ബുനിയാൻ, പൊങ്ങച്ചത്തിന്റെ കോപ്രായ നിലയങ്ങളായി അമ്പരചുംബികളായ വലിയ വലിയ മണിമാളികകൾ എൻ്റെ ഉമ്മത്തിൽ ആപ്പെട്ട ആളുകൾ പണിതുയർത്തുമെന്നാണ്. അതാരാണ് പണിതുയർത്തുക എന്നുവരെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രവചിച്ചിട്ടുണ്ട്. ലാ തഖൂമുസ്സാഅ ഹത്താ യതതാവലന്നാസു ഫിൽ ബുനിയാൻ, ജനങ്ങളെല്ലാവരും ഇങ്ങനെ ആഡംബര വീടുകളും ആഡംബര ബിൽഡിങ്ങുകളും കെട്ടിപ്പണിയുന്നതിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം വരുന്നത് വരെ അന്ത്യദിനം സംഭവിക്കുകയില്ല എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കേണ്ടതാണ്.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി ജിബ്രീൽ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീലും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ ഇൻദമാ സഅലഹു അൻ വഖ്തി ഖിയാമിസ് സഅ, അന്ത്യദിനം എപ്പോഴാണ് സംഭവിക്കുക എന്നതിനെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അതിന് നൽകിയ മറുപടിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വലാകിൻ സഉഹദ്ദിസുക അൻ അശ്റാതിഹ, അതെപ്പോഴാണ് നടക്കുക എന്ന് നിങ്ങൾക്കറിയാത്ത പോലെ എനിക്കും അറിയില്ല എന്നാണ് പ്രവാചകൻ മറുപടി പറഞ്ഞത്. എന്നാലും അതിൻ്റെ ചില ലക്ഷണങ്ങളെക്കുറിച്ച്, അടയാളങ്ങളെക്കുറിച്ച് താങ്കൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ, നമ്മൾ വിശദീകരിച്ച കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നിട്ട് അവസാനം പ്രവാചക തിരുമേനി പറഞ്ഞു, വഇദാ തതാവല റിആഉൽ ബഹായിം, ജനങ്ങളെല്ലാം ഇടയന്മാരായി കഴിഞ്ഞുകൂടിയിരുന്ന ആളുകൾ, ഇടയവർഗം, മരുഭൂമിയിൽ ആടിനെയും ഒട്ടകത്തെയും മേച്ച് നടന്ന ഇടയവർഗം, അവർ വലിയ വലിയ കോട്ടകൊത്തളങ്ങളും അമ്പരചുംബികളായ മണിമേടകളും പടുന്നു ഉയർത്തുന്നത് വരെ അത് സംഭവിക്കുകയില്ല എന്നാണ്. വഫീ റിവായത്തി മുസ്ലിം, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ വഅൻ തറൽ ഹുഫാത്തൽ ഉറാത്തൽ ആല റിആ അശ്ശാഇ യതതാവലൂന ഫിൽ ബുനിയാൻ എന്നാണ്. മരുഭൂമികളുടെ ആടുകളെ മേച്ച് നടന്നിരുന്ന, ചെരിപ്പണിയാനില്ലാതെ, ശരിക്ക് ഉടുക്കാൻ വസ്ത്രമില്ലാതെ, അങ്ങനെ പ്രാരാബ്ധരും അതുപോലെ തന്നെ ദരിദ്രരുമായി കഴിഞ്ഞിരുന്ന ഒരു ഇടയവർഗം, അവർ സമ്പന്നരായിക്കൊണ്ട് ഇതുപോലെയുള്ള മണിമാളികകൾ പണിതുയർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഖാല യാ റസൂലല്ലാഹ് വമൻ അസ്ഹാബുശ്ശാഇ വൽ ഹുഫാത്തിൽ ജിയാഇൽ ആല, ആരാണ് റസൂൽ ഈ പറഞ്ഞ ആളുകൾ, ഈ ഇടയവർഗം ആരാണ്? അവിടുന്ന് പറഞ്ഞു, ഖാല അൽ അറബ്, അത് അറബികളാണ് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. ഇങ്ങനെ അറബികൾ ചെയ്യുന്ന എല്ലാ സംസ്കാരവും ലോകത്തുള്ള എല്ലാവർക്കും ചെയ്യാനുള്ളതല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വീട് വെക്കുമ്പോഴും, വാഹനം വാങ്ങുമ്പോഴും, വിവാഹം കഴിക്കുമ്പോഴും, വസ്ത്രം ധരിക്കുമ്പോഴും, നമ്മൾ എന്ത് ഉപയോഗിക്കുമ്പോഴും അത് പരിധി വിടാൻ പാടില്ല. എല്ലാം ആഡംബരമയമായി ഈ കാര്യങ്ങളിലൊക്കെ എത്തിച്ചേരുന്ന സാഹചര്യമുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരം ഉപദേശങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ക്ഷണികമായ, വളരെ നൈമിഷികമായ നമ്മുടെ ഈ ജീവിതത്തെ ധന്യമാക്കി തീർക്കാൻ ശ്രമിക്കുക. പ്രവാചകൻ പറഞ്ഞത് എന്താണെന്നോ, തഅവ്വദു ബില്ലാഹ് മിനൽ ഫിതൻ മാ ലഹറ മിൻഹാ വമാ ബത്തൻ, എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും, ഇതുപോലെ തന്നെ സാമൂഹ്യമായ തിന്മകളിൽ നിന്നും, അതേപോലെ തന്നെ ധാർമ്മിക ച്യുതിയിൽ നിന്നുമൊക്കെ, അത് പ്രത്യക്ഷമായതാണെങ്കിലും പരോക്ഷമായതാണെങ്കിലും അതിൽ നിന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ഇസ്തിആദത്ത് നടത്തുക, കാവൽ തേടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ ഉമ്മത്തിനെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളാവുന്നത്ര ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ നാഥ, അതിന് നീ ഞങ്ങൾക്ക് തൗഫീഖും അതിനുള്ള സഹായവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പ്രിയമുള്ളവരെ, പ്രവാചകൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നതിൽ അന്ത്യദിനത്തിൻ്റെ അടയാളമായി പറഞ്ഞതാണ് തഖാറുബുൽ അസ്വാഖ് എന്നാണ്. മാർക്കറ്റുകൾ, അത് സൂക്കുകൾ, അത് അടുത്തടുത്ത് വരുമെന്നാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ചന്തകളും അങ്ങാടികളുമൊക്കെ കുറേ നടന്നുകൊണ്ട് ജനങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് അവർ പർച്ചേസ് ചെയ്തിരുന്ന ഒരു കാലമായിരുന്നു.
എന്നാൽ ഈ കാലഘട്ടത്തിലാണെങ്കിലോ അത് വളരെ എളുപ്പമായി വരുമെന്ന്. തഖാറുബുൽ അസ്വാഖ് എന്ന പ്രവാചകന്റെ ഈ പ്രവചനത്തെക്കുറിച്ച് പണ്ഡിതന്മാർ ധാരാളം വിശദീകരിച്ചിട്ടുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, ലാ തഖൂമുസ്സഅ ഹത്താ തൽഹറൽ ഫിതനു വയക്സുറൽ കദിബു വതതഖാറബൽ അസ്ബാബ്. ഫിത്തനകൾ ധാരാളം ഉണ്ടാവുകയും അതേപോലെ തന്നെ കളവും കള്ളത്തരങ്ങളും അത് വർദ്ധിക്കുകയും സമൂഹത്തിലെ അസ്വാക്കുകൾ അത് അടുത്തടുത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ്. നോക്കൂ, നിങ്ങൾ പണ്ടുണ്ടായിരുന്ന എടവണ്ണ അങ്ങാടിയുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ എടവണ്ണ മാർക്കറ്റിൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സൂപ്പർ മാർക്കറ്റുകളായി, മാളുകളായി, കടകളായി മനുഷ്യന്മാർ ഇതേപോലെ ശരിക്ക് കൺസ്യൂമറിസം മനുഷ്യ ജീവിതത്തിൽ എത്രമേൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. മാർക്കറ്റ് എന്നുള്ളത് പണ്ട് എടവണ്ണ അങ്ങാടിയിൽ ഉള്ള വിലയായിരിക്കില്ല ചിലപ്പം മഞ്ചേരി ചന്തയിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ വേറെ സ്ഥലങ്ങളിൽ വേറെ വിലയായിരിക്കും. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടക്കാർ ഉപഭോക്താക്കളായ ആളുകളെ അവരെ പറ്റിക്കാതിരിക്കാൻ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധനങ്ങളുടെ വില വിളംബരം ചെയ്യാൻ, ആഴ്ചയിൽ വിളംബരം ചെയ്യാൻ അന്ന് പറഞ്ഞിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തൻ്റെ ഖുതുബയിൽ, രണ്ടാം ഖുതുബയിൽ വില നിലവാരം, മാർക്കറ്റിലുള്ള സാധനങ്ങളുടെ വില നിലവാരം വിളംബരം ചെയ്യാൻ വേണ്ടി ഖുതുബയിൽ സമയം ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്താ? മാർക്കറ്റിലും കച്ചവട രംഗത്തിലുമൊക്കെയുള്ള സത്യസന്ധതയും വിശ്വസ്തതയും അവിടെയുള്ള സൂക്ഷ്മതയും വിശ്വാസികളായ ആളുകൾ പാലിക്കാൻ വേണ്ടിയായിരുന്നു അത്. ഇന്നാണെങ്കിലോ നോക്കൂ നിങ്ങൾ, വേൾഡ് മാർക്കറ്റാണ്, ലോകമാകെ ഒരു മാർക്കറ്റായി മാറിയ ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഈ തഖാറുബ്, മാർക്കറ്റുകൾ തമ്മിലുള്ള ഈ പരസ്പരമുള്ള അടുപ്പം, ലോകം ഒരു മാർക്കറ്റാണെന്ന് ആ രീതിയിൽ സംഭവിക്കുന്ന ഒരവസ്ഥയുണ്ടാകുമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400-ലധികം വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊക്കെ അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നാട്ടിൽ അത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സഹോദരങ്ങളെ, ഇങ്ങനെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ നേട്ടത്തിന് വേണ്ടിയാണ്. ആ സന്ദർഭങ്ങളിലൊന്നും നിങ്ങൾ മൂല്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കൈയൊഴിക്കാൻ പാടില്ല. ധാർമ്മികതയെ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അവഗണിക്കാൻ പാടില്ല. അത് നിങ്ങളുടെ പള്ളികളിലാണെങ്കിലും, നിങ്ങളുടെ കൃഷിയിടങ്ങളിലാണെങ്കിലും, നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസുകളിലാണെങ്കിലും, നിങ്ങൾ ജോലി ചെയ്യുന്ന ഏത് സ്ഥാപനങ്ങളിലും തലങ്ങളിലുമാണെങ്കിലും, നിങ്ങളുടെ കച്ചവട കേന്ദ്രങ്ങളിലാണെങ്കിലും മൂല്യങ്ങൾ ആദം നബിയുടെ കാലത്തും അവസാന കാലത്ത് ജീവിക്കേണ്ട മനുഷ്യനും ഒന്നായിക്കൊണ്ടാണ് ശരിക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മാനുഷികത കൈവെടിയാൻ പാടില്ല എന്നത് അതിൽ വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതിൽ നിന്നെല്ലാം നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. എന്താ റസൂലുള്ളാഹി എന്തിനാ ഈ അടയാളങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്? ഇതൊക്കെ സംഭവിക്കാനിരിക്കുന്നതാണ്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്, ഇനിയും സംഭവിക്കാനുള്ളത് നമുക്ക് പഠിക്കേണ്ടതുമുണ്ട്. റസൂലുള്ളാഹി ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്താണെന്നോ? അവിടുന്ന് അവസാനം പറഞ്ഞത് ഫമൻ അഹബ്ബ അൻ യുസ്ഹസിഹ അനിന്നാരി വയുദ്ഖിലൽ ജന്ന, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യാൻ വല്ലവനും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫൽതഅതിഹി മനിയതുഹു, അവന്റെ മരണം അവന് വന്ന് ഭവിക്കട്ടെ. വഹുവ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും ഹൃദയംഗമമായി വിശ്വസിക്കുന്ന ഒരവസ്ഥയിൽ ഒരാളുടെ മരണം വന്ന് ഭവിക്കട്ടെ. അതിനു വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും സ്ഖലിതങ്ങളും വീഴ്ചകളും നിന്റെ ഫളല് കൊണ്ട്, കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ വാത്സല്യനിധികളായ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും പ്രിയപ്പെട്ടവർക്കും അല്ലാഹുവേ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും സൗഖ്യവും നൽകി നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.